Hey guys, welcome back to my YouTube channel. This is Parvati, third year MBBS student. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് how to select a medical college അല്ലെങ്കിൽ the things you should know before selecting a medical college. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് the type of medical college. അപ്പൊ നമുക്ക് 3 type of medical college ഉണ്ട്. ഗവൺമെന്റ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, ഡീംഡ് ഉണ്ട്. നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജ് താല്പര്യമെങ്കിൽ ഒരു 8,000 വരെയുള്ള 8,000 10,000 റാങ്ക് ഉള്ളവർക്ക് ഒരു പ്രൈവറ്റ് കോളേജും പിന്നെ നമുക്ക് ഡീംഡ് ആവുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് യു ഷുഡ് നോ ഈസ് ദ പേഷ്യന്റ് ഫ്ലോ. ഒരു കോളേജിൽ ആവറേജ് പേഷ്യന്റ് ഫ്ലോ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ഒരു കോളേജ് നിങ്ങൾ ചൂസ് ചെയ്യാൻ. കാരണം ഫസ്റ്റ് ഇയർ നിങ്ങൾ പേഷ്യൻസ് ആയിട്ട് അത്ര എക്സ്പോസ്ഡ് ആവുന്നില്ല. പക്ഷെ സെക്കൻഡ് ഇയർ ടു ഫൈനൽ ഇയർ ആൻഡ് ഹൗസ് സർജൻസി നിങ്ങൾ പേഷ്യൻസ് ആയിട്ടാണ് കൂടുതൽ ഇന്ററാക്ഷൻ വരേണ്ടത്. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജ് പേഷ്യന്റ് ഫ്ലോ കുറവാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ പേഷ്യൻസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അപ്പൊ അതിനോടുള്ള നോളജ് ഒക്കെ നിങ്ങൾക്ക് വളരെ കുറയും. വെറുതെ തിയറി ബേസ്ഡ് ആയി പോകരുത്. അപ്പൊ ഒരു നല്ല പേഷ്യന്റ് ഫ്ലോ ഉള്ള കോളേജ് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കും. ഈ പേഷ്യന്റ് ഫ്ലോയുടെ ഒരു ഫാക്ടർ വരുന്നത് മെയിൻലി പ്രൈവറ്റ് കോളേജിലാണ്. ഗവൺമെന്റ് കോളേജ് നിങ്ങൾക്ക് അറിയാം അങ്ങനെ പേഷ്യന്റ് ഫ്ലോയുടെ ഒരു ഇഷ്യൂ വരുന്നില്ല. കാരണം ഗവൺമെന്റ് കോളേജിൽ ഫീസ് കുറവാണ്, ട്രീറ്റ്മെന്റ് ഫീസ് കുറവാണ്. പേഷ്യന്റ് കൂടുതൽ ഗവൺമെന്റ് കോളേജ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു പേഷ്യന്റ് ഫ്ലോയുടെ ഫാക്ടർ വരുന്നത് ഇഫ് യു ആർ ചൂസിങ് ഓർ ഡിസൈഡഡ് ടു ചൂസ് എ പ്രൈവറ്റ് കോളേജ് യു ഷുഡ് നോ. കാരണം പേഷ്യന്റ് ഫ്ലോ ഉള്ള കോളേജ് ചൂസ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ പേഷ്യന്റ് ഫ്ലോ എവിടെയാണോ അവിടെ തന്നെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ഫാക്ടറാണ് ദ റാങ്കിങ്, സ്പെഷ്യലൈസേഷൻ ആൻഡ് അതർ ഫെസിലിറ്റീസ്. അപ്പൊ റാങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളയിൽ ഇത്ര കോളേജ് ഉണ്ടല്ലോ, ഗവൺമെന്റ് ഉണ്ടാവും, പ്രൈവറ്റ് ഉണ്ട്, ഡീംഡ് ഉണ്ട്. അപ്പം ഇവിടെ കേരളയിലെ ഉള്ള കോളേജുകൾക്ക് ഒരു റാങ്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെ എക്സ്പീരിയൻസും ട്രീറ്റ് ചെയ്യുന്നതും എല്ലാ ഫാക്ടറും വെച്ചിട്ട് ഓരോ കോളേജിനും ഓരോ റാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ അതിനനുസരിച്ച് ഏറ്റവും റാങ്ക് ഉള്ള കോളേജ് സെലക്ട് ചെയ്യാൻ നോക്കുക. ഇപ്പൊ പ്രൈവറ്റ് കോളേജിലാണെങ്കിലും ഏറ്റവും റാങ്ക് ഉള്ള കോളേജ് സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പൊ ഏറ്റവും റാങ്ക് കൂടുതൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ അത്ര ഫെസിലിറ്റി എല്ലാം നല്ലതായിരിക്കും. അപ്പൊ നല്ല റാങ്ക് ഉള്ള കോളേജ് സെലക്ട് ചെയ്യാൻ നിങ്ങൾ നോക്കുക. പിന്നെ നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നതാണ് സ്പെഷ്യലൈസേഷൻ. ഇപ്പൊ ഒരു കോളേജ് PG അതിനൊക്കെ സ്പെഷ്യലൈസേഷൻ കൂടുതലാണെങ്കിൽ അവിടെ അതിനനുസരിച്ച് ആ ഒരു ഇതിൽ തന്നെ പേഷ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ എത്ര സ്പെഷ്യലൈസേഷൻ ഒരു കോളേജിലുണ്ടോ, എത്ര കൂടുതലുണ്ടോ ആ കോളേജ് ചൂസ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കും. പിന്നെ ഫീസ് എന്ന് പറയുമ്പോൾ ട്യൂഷൻ ഫീ ഉണ്ട്, ഹോസ്റ്റൽ ഫീ ഉണ്ട്, പിന്നെ അതർ ഹിഡൻ ഫീസ് ഉണ്ട്. അപ്പം ഗവൺമെന്റ് കോളേജ് അധികം ഇത് ബാധിക്കില്ല. കാരണം നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് അധികം വരും. പക്ഷെ ഈ നിങ്ങൾ എപ്പോഴും ഇപ്പൊ നിങ്ങൾ ഒരു പ്രൈവറ്റ് കോളേജോ ഡീംഡ് കോളേജോ ചൂസ് ചെയ്യാൻ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എല്ലാം അന്വേഷിച്ചിട്ട് മാത്രം ഫീസ് അടയ്ക്കാൻ നോക്കുക. കാരണം നമ്മൾ സൈറ്റിൽ ഒരു ഫീസ് ആയിരിക്കും പറയുന്നത്, പക്ഷെ നിങ്ങൾ എക്സ്ട്രാ സ്പെഷ്യൽ ഫീ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ കൊടുക്കേണ്ടി വരും കോളേജിൽ. അപ്പം ഇതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ സ്പെഷ്യൽ ഫീ എന്ന് പറഞ്ഞൊരു ഫീ കാറ്റഗറിയും കൂടെ ഉണ്ട്. അത് ഓരോ കോളേജിനും ഡിപ്പെൻസ് അനുസരിച്ച് മാറും. അപ്പം നിങ്ങൾ ഇപ്പൊ പ്രൈവറ്റ് നമ്മൾ ചിലപ്പോൾ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും പഠിക്കുന്നത്. അപ്പൊ ഇത്ര ലോണേ ഉള്ളൂ. ഇപ്പൊ ഹിഡൻ ഫീസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അടയ്ക്കാൻ അത് ബുദ്ധിമുട്ടാകും. അപ്പം ഇതെല്ലാം അന്വേഷിച്ചിട്ട് മാത്രം ഒരു കോളേജ് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് അതാണ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അതർ ഫെസിലിറ്റീസ്. എത്ര ബെഡ് ഉണ്ടോ, ഹോസ്പിറ്റലിൽ എത്ര ബെഡ് ഉണ്ട്, എത്ര ബെഡ് കൂടുന്നോ അത്ര ഫെസിലിറ്റീസ് ഒക്കെ കൂടുതലായിരിക്കും. കാരണം എത്ര പേഷ്യൻസ് വന്നാലും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. പിന്നെ കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അതർ തിങ്സ്. കാരണം ഇപ്പൊ ഹോസ്റ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പൊ എല്ലാരും മുടിച്ചു വെക്കുമായിരിക്കും. കാരണം കേരള റാങ്ക് ഒക്കെ വന്നു. അപ്പം ഒരു ഇമ്പോർട്ടന്റ് നെക്സ്റ്റ് ഫാക്ടറാണ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പൊ ഒരു കോളേജിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, നിങ്ങൾക്ക് അപ്പൊ സ്റ്റഡീസിനെ അത് അഫക്ട് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ അഫക്ട് ചെയ്യും. ദ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ബോണ്ടാണ്. ഇപ്പൊ ചില കോളേജിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇത്ര വർഷം നമ്മൾ ബോണ്ട്, ഇത്ര വർഷം നമ്മൾ ജോലി ചെയ്യണമെന്നൊരു ഫസ്റ്റ് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അവര് പറയുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇപ്പൊ ജോയിൻ ചെയ്തു, അത് കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലൊക്കെ പോയി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ PGക്കോ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ നോക്കുന്നത്. പക്ഷെ ഇവിടെ ബോണ്ട് ഉള്ള കാരണം നിങ്ങൾക്ക് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഇഫ് യു ആർ നോട്ട് ഓക്കെ വിത്ത് ദ ബോണ്ട് യു ഹാവ് ടു പേ ദ ഫീ. ഒരു നല്ല എമൗണ്ട് ഉണ്ടായിരിക്കും. അപ്പം ബോണ്ട് നിങ്ങൾക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബോണ്ട് ബ്രേക്കിംഗ് ഫീ ആയിട്ടൊരു ലാർജ് എമൗണ്ട് കൊടുക്കേണ്ടി വരും. സോ ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യാൻ. ദ ലാസ്റ്റ് തിങ് യു ഷുഡ് നോ ഇസ് ദ ലൊക്കേഷൻ, ലാംഗ്വേജ് ആൻഡ് അതർ തിങ്സ്. കാരണം ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഒരു മെയിൻ ഫാക്ടറാണ്. ഇപ്പം ഒരു സിറ്റിയിലുള്ള ഹോസ്പിറ്റലും ഒരു വില്ലേജ് അല്ലെങ്കിൽ അകത്തേക്കുള്ള ഉള്ളിലേക്കുള്ള ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എവിടെയായിരിക്കും പേഷ്യന്റിന്റെ ഫ്ലോ കൂടുതൽ? ഉറപ്പായിട്ട് സിറ്റിയിലുള്ള ഹോസ്പിറ്റലായിരിക്കും. കാരണം അങ്ങോട്ട് എത്താനുള്ള ഫെസിലിറ്റി ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒക്കെ ഒരു ഉള്ളിലേക്കുള്ള ഹോസ്പിറ്റലിനെക്കാളും കൂടുതലായിരിക്കും. സോ പേഷ്യൻസ് പറയുന്നത് അവിടെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ കൂടുതൽ ആൾക്കാർ എത്തിപ്പെടാൻ പറ്റിയ ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം പേഷ്യൻസും ഉണ്ടാവും, അതിനനുസരിച്ച് ഫെസിലിറ്റീസും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വരുന്നതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഇപ്പം എക്സാമിനേഷൻ അങ്ങനെയൊക്കെ നമുക്ക് ഫൈനൽ എക്സാം ഒക്കെ വരുമ്പോൾ നമ്മുടെ എക്സ്റ്റേണൽസ് നമ്മുടെ പേഷ്യന്റിനെ ഹിസ്റ്ററി എടുക്കാനും അവര്
ഡയഗ്നോസ് ചെയ്യാനൊക്കെ പറയും. അപ്പം നമുക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഇത് ഞാൻ പറയുന്നത് ഇപ്പൊ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോവാണെങ്കിലും, പുറത്തുനിന്ന് ഒരു കുട്ടി നോർത്ത് ഇന്ത്യയിൽ എവിടെന്നെങ്കിലും കേരളത്തിലേക്ക് വരുവാണെങ്കിൽ ദേ ഷുഡ് നോ ദ ലോക്കൽ ലാംഗ്വേജ്. കാരണം അത് ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ പേഷ്യന്റിനെ നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോഴും എല്ലാം നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് വേണം സംസാരിക്കാൻ. അപ്പം ഇപ്പൊ പുറത്തുനിന്ന് ഒരു കുട്ടി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും മലയാളം പഠിക്കണം. അവരൊരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് മലയാളം പഠിക്കും. അതുപോലെ ഇവിടുന്ന് ഒരു കുട്ടി പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഹിന്ദി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അപ്പം ഇതെന്നൊക്കെ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്ത് ഇതൊക്കെ ആലോചിച്ചിട്ട് മാത്രം നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.